എന്ത് ഭംഗിയുള്ള പൂക്കളാണല്ലേ ഇത്. നമ്മുടെ ഗോൾഡൻ ഗ്ലോയാണ്, കുലയായിട്ട് പൂവിടുന്നതാണ് കേട്ടോ. കുറച്ച് ദിവസം അതിൻ്റെ പൂക്കൾ നിൽക്കുകയും ചെയ്യും. ആഗസ്റ്റ് മാസമാണ് ഇത് പൂവിടുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം, അതിൻ്റെ കെയറിങ് എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഒറ്റ ഒരു ചട്ടിയിലായിട്ട് നിന്ന ചെടിയായിരുന്നു ഇത്. ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് പല ചട്ടിയിലായിട്ട് ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ നിന്ന സമയത്ത് ഞാൻ എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് നനച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ കുമ്പിട്ട് ഒരു ഉണങ്ങിയ പോലെ നിൽക്കുന്ന ഒരു അവസ്ഥയാവും. അപ്പോൾ നന്നായിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് വരികയും ചെയ്യും. ഇതിൻ്റെ സ്റ്റെമ്മിനൊക്കെ ആണെങ്കിൽ ഒട്ടും തന്നെ കട്ടിയില്ലാത്ത ഒരു ടൈപ്പ് ചെടിയാണ്. പക്ഷേ പൂക്കളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുമാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ കരിഞ്ഞ ഇലകളെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയണം. ഇതിൻ്റെ ഇലകളിങ്ങനെ ഉണങ്ങിയൊക്കെ നിൽക്കും. ആ ഒരു സമയം വരുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് നിർത്തണം. അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ഇലകൾ ഉണ്ടാവും. അപ്പം നനച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നല്ല മഴയുള്ള സ്ഥലത്ത് വെക്കുകയും ചെയ്യരുത്. ഇതിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ കീറി പോകുന്ന ഒരവസ്ഥയും വരും. അപ്പോൾ നമ്മൾ കുറച്ച് ഷെയ്ഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നനച്ച് കൊടുത്താലും മതിയാവും. അപ്പം നന്നായിട്ട് വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി നല്ല വളർച്ച എത്തണം. എന്നാൽ മാത്രമേ അത് പൂവിടുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതിപ്പം ചെറിയ തൈകളാണ്. അപ്പോൾ നന്നായിട്ട് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ട് വളർന്ന് വലുതായി നമുക്ക് ഒരു ആഗസ്റ്റ് മാസം ആകുമ്പോൾ നന്നായിട്ട് പൂവിടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതേപോലെ ഇലകൾ ആ കരിഞ്ഞ സമയത്ത് ആ ഇലകളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ചുവടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇളക്കി കൊടുത്തിട്ട് നമുക്കിപ്പോൾ ചാണകപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഈ സമയത്ത് ചാണകപ്പൊടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് നമ്മുടെ ശീമക്കൊന്നേൻ്റെ ഇല ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നല്ലോ. അപ്പോൾ ശീമക്കൊന്നേൻ്റെ ഇല ഇതേപോലെ ഇട്ട് കൊടുക്കും. ചുറ്റിനും ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അഴുകി നല്ല വളമായിട്ട് മാറുകയും ചെയ്യും. അതേപോലെ തന്നെ ചെടി ആ ഇലകളൊക്കെ നല്ല ഗ്രോത്തായിട്ട് നല്ല പച്ചപ്പായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇലകളിട്ട് മണ്ണിട്ടതിന് ശേഷം നന്നായിട്ട് നനച്ചും കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഈർപ്പം നീക്കുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് നനച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്തതിന് ശേഷം. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ഈ ഒരു കണ്ടീഷനാണ്. ഞാൻ കുറച്ച് തൈകളൊക്കെ എടുത്ത് മാറ്റി ചെറിയ പോട്ടിലൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നിൽക്കുന്നതാണ് നല്ല ഗ്രോത്തായിട്ട് വന്നതായിരുന്നു. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഇലകളൊന്നും അധികം കരിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഷെഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വളം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാത്തിൻ്റെയും ചെടി ഇനി നന്നായിട്ട് ഒന്ന് വളരാനുണ്ട്. നന്നായിട്ട് വളർന്ന് ഇച്ചിരി വലുതായാൽ മാത്രമേ നന്നായിട്ട് പൂവിടുകയുള്ളൂ. അപ്പം ചൂടൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു കപ്പിൻ്റെ അളവിന് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പൊടിഞ്ഞ ചാണകപ്പൊടിയാണ്. ഒരു കൈപ്പിടി എല്ലുപൊടിയും ഒരു കൈപ്പിടി വേപ്പിൻ പിണ്ണാക്കും. ഇത് ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഓരോ കൈപ്പിടിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചുറ്റിനും ഇട്ട് കൊടുക്കണം. ഇതേപോലെ എടുക്കുക. എന്നിട്ട് ചുറ്റിനും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം മണ്ണ് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ചട്ടിയിലും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നനച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ ഷെഡിലോട്ട് മാറ്റി വെച്ചാലും ഇടയ്ക്ക് ചെടി ശ്രദ്ധിക്കുക. എന്നിട്ട് നനച്ചു കൊടുക്കണം. നനച്ചു കൊടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ തല കുമ്പിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഓഗസ്റ്റ് മാസമാകുമ്പോൾ നന്നായിട്ട് പൂവിടും. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സും അതിൻ്റെ പ്രൊപ്പഗേഷനും എങ്ങനെയാണെന്ന് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്.
ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.